നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 3ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലെ പാഠങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. യൂണിറ്റിൻ്റെ പേര് പലഹാരപ്പൊതി. ജീവിക്കാൻ അത്യാവശ്യമായ ഒന്നാണ് ഭക്ഷണം, അല്ലേ? ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ തന്നെയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അല്ലേ? ഇതിലെ പാഠങ്ങളിൽ ആദ്യത്തേത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഇവിടെ നോക്കൂ, ചിത്രത്തിൽ എന്താ കാണുന്നത്? ആരൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട്? കുറേ പലഹാരങ്ങളുണ്ടല്ലേ? വടയും പഴവും പരിപ്പ് വടയും ഉള്ളിവടയും എന്ന് വേണ്ട ധാരാളം പലഹാരങ്ങളുണ്ട്. പിന്നെയോ കുറേ പലഹാര കൊതിയന്മാരുമുണ്ട്, അല്ലേ? ഉറുമ്പും ഈച്ചയും പട്ടിയും പൂച്ചയും കോഴിയും ഒക്കെ ഉണ്ടല്ലേ? ഇതുകൂടാതെ വേറെന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരമ്മയും കുഞ്ഞും ഉണ്ടല്ലേ? അമ്മ എന്താ ചെയ്യുന്നത്? കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുകയാണല്ലേ? അമ്മ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് എങ്ങനെയാണ്? ദാ ആ വരികൾ വായിച്ചു നോക്കൂ. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു, കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടു, മാനത്തമ്പിളി മാമനെ കാട്ടിട്ടു, മാമു കൊടുക്കുന്നു നങ്ങേലി. നങ്ങേലി അമ്മ കുഞ്ഞിനെങ്ങനെയാണ് മാമു കൊടുക്കുന്നത്? നല്ല കാച്ചിയ മോരൊക്കെ ഒഴിച്ച ചോറ് എങ്ങനെയാണ് കൊടുക്കുന്നത്? കാക്കയെ പൂച്ചയെ പാട്ടുകൾ പാടിയിട്ടാണല്ലേ? കാക്കയുടെയും പൂച്ചയുടെയും പാട്ടുകളൊക്കെ പാടി കാക്കയും പൂച്ചയൊക്കെ കാട്ടിക്കൊടുത്ത്, മാനത്തുള്ള അമ്പിളി മാമനെയൊക്കെ കാട്ടിക്കൊടുത്തിട്ടാണ് മാമു കൊടുക്കുന്നതല്ലേ? നിങ്ങൾക്കും കുഞ്ഞായിരിക്കുമ്പോൾ അമ്മമാർ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മാമ തന്നിട്ടുണ്ടാവുക. ഇപ്പോഴും അങ്ങനെയാണോ? അല്ല, അല്ലേ? ഇപ്പോൾ വലിയ കുഞ്ഞുങ്ങളായി നിങ്ങൾ, ഒറ്റയ്ക്ക് വാരി കഴിക്കാനൊക്കെ ആയല്ലേ? പക്ഷേ ഇപ്പോഴത്തെ അമ്മമാരെങ്ങനെയായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്? ഇതുപോലെയാണോ? കാക്കയുടെയും പൂച്ചയുടെയൊക്കെ പാട്ടുകൾ പാടിയിട്ട് കൊടുക്കുന്നതാണോ? അങ്ങനെയല്ല, അല്ലേ? ഇപ്പോൾ മൊബൈലിൽ പാട്ടുകളൊക്കെ കേൾപ്പിച്ചിട്ടും കാർട്ടൂൺ പരിപാടികളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുമൊക്കെയാണ് കൊടുക്കുക, അല്ലേ? കാലത്തിൻ്റെ വ്യത്യാസം അതിലും നമുക്ക് കാണാൻ പറ്റും. പണ്ടത്തെ അമ്മമാർ മുറ്റത്തെ കൂടെയൊക്കെ നടന്ന് കാക്കയുടെയും പൂച്ചയുടെയൊക്കെ പാട്ടുകൾ പാടി അവയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒക്കെയാണ് കഴിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മൊബൈൽ ഫോണും TV ഒക്കെയാണ് കാണിച്ചു കൊടുക്കുന്നതെന്ന് മാത്രം. നമുക്ക് പ്രവേശക പ്രവർത്തനം നോക്കാം. ഒരു കുഞ്ഞു കവിതയാണ് പ്രവേശക പ്രവർത്തനമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനല്ല. കവിതയുടെ പേര് ഞാനല്ല. എഴുതിയത് ലളിത ലെനിൻ ആണ്. അവർ അധ്യാപികയാണ്. ബാലസാഹിത്യ കൃതികൾ ധാരാളമായി എഴുതിയിട്ടുണ്ട്. ബാലസാഹിത്യ കൃതികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള, അവർക്ക് വായിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃതികളൊക്കെ, കവിതകളും കഥകളൊക്കെ എഴുതുന്നവരാണ് ബാലസാഹിത്യകാരന്മാർ. ഇവിടെയും ചിത്രമുണ്ടല്ലേ? എന്തൊക്കെയോ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ. എന്തൊക്കെയാണുള്ളത്? ഒരു മരമുണ്ടല്ലേ? പേരമരമുണ്ട്. മരത്തിൽ നിറയെ പേരയ്ക്കകളുണ്ട്. അത് കൊത്തി തിന്നാനായിട്ട് വന്ന പക്ഷികളുണ്ട്. ഒരു അണ്ണാനുണ്ടല്ലേ മരത്തിൻ്റെ മേലേക്ക് കയറുന്ന? പേരമരത്തിൻ്റെ മുകളിലേക്കൊരു അണ്ണാൻ കയറുന്നുണ്ടല്ലേ? എന്തിനായിരിക്കും അണ്ണാൻ കയറുന്നുണ്ടാവുക? വേറെന്തിനാണ്? പേരയ്ക്ക തിന്നാൻ തന്നെയല്ലേ? പിന്നെയോ വേറെ ആരൊക്കെയാണ് ഉള്ളത്? ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയൊക്കെ ഉണ്ട്, അല്ലേ? എന്തായിരിക്കും ആ പെൺകുട്ടി പറയുന്നത്? അവൾ മേലോട്ട് നോക്കിക്കൊണ്ട് എന്തോ പറയുന്നുണ്ടല്ലോ. എന്താ പറയുന്നത്? നമുക്ക് നോക്കാം. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. എന്താ പറഞ്ഞത്? പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും കൈ ചൂണ്ടി പറഞ്ഞതും ഞാനല്ലേ. നിങ്ങൾ പറയാറുണ്ടോ ഇങ്ങനെ? ദാ ആ കാണുന്ന പഴുത്ത പേരയ്ക്ക ഞാനാണ് ആദ്യം കണ്ടത്, അതുകൊണ്ട് ആ പേരയ്ക്ക എനിക്ക് തന്നെ വേണം
നിങ്ങൾ പറയാറുണ്ടോ? ഉണ്ടല്ലേ. അതുപോലെ തന്നെയാണ് ഈ കുട്ടിയും പറയുന്നത്. എന്താ പറയുന്നത്? അതാ ആ പേരമരത്തിൽ ഒരു പഴുത്ത പേരയ്ക്കയുണ്ട്. അത് ഞാനാണ് ആദ്യം കണ്ടത്. അതുകൊണ്ട് ആ പേരയ്ക്കയുടെ അവകാശം ഞാൻ തന്നെയാണ്, എനിക്ക് തന്നെ അത് കഴിക്കണം എന്നാണ് അവൾ പറയുന്നത് അല്ലേ. പേരയ്ക്ക പഴുത്തപ്പോൾ നിറമാദ്യം കണ്ടതും അല്ലേ, പഴുത്ത പേരയ്ക്കയുടെ നിറം ആദ്യം കണ്ടതും അത് കൈചൂണ്ടി പറഞ്ഞതും ദാ അവിടെ ഒരു പഴുത്ത പേരയ്ക്ക ഇരിപ്പുണ്ട് എന്ന് ആദ്യം തന്നെ കൈചൂണ്ടി പറഞ്ഞതും ഞാനാണ് എന്ന് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പേരയ്ക്കയുടെ അവകാശി ഞാൻ തന്നെയാണ് എന്നാണ് പെൺകുട്ടി പറയുന്നത്. അടുത്തത് നോക്കൂ. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചാടിയതും ഞാനല്ലേ. അവൾ വീണ്ടും പറയാണ്, മുറ്റത്തുള്ള മാവിലെ മാമ്പഴം പഴുത്ത് നല്ല മണം വന്നപ്പോൾ അതിൻ്റെ മണം ആദ്യമായി ആസ്വദിച്ചതും മൂക്ക് വിടർത്തി ആസ്വദിച്ചതും കൊതിയോടെ അതിനെ നോക്കി നിന്നതും കൈ നീട്ടി ചാടിയതും അല്ലേ, പറിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചാടിയതും ഞാനല്ലേ. അപ്പോൾ ആ മാമ്പഴത്തിൻ്റെ അവകാശിയും ഞാൻ തന്നെയാണ് എന്നാണ് കുഞ്ഞു പെൺകുട്ടി പറയുന്നത്. മാമ്പഴം മണത്തപ്പോൾ മൂക്കാദ്യം വിടർത്തതും കൈ നീട്ടിച്ചാടിയതും ഞാനല്ലേ. അപ്പോൾ ആ പഴുത്ത മാമ്പഴം പറിക്കാനായിട്ട് കൈ നീട്ടി ചാടിയത് ഞാനാണ് ആദ്യം കണ്ടത്. കൈ നീട്ടി ചാടിയെന്നേ ഉള്ളൂ, എനിക്ക് പക്ഷേ പറിക്കാൻ കിട്ടിയില്ല. അത്ര പൊക്കം പോരായിരുന്നു അല്ലേ. ഞാൻ കുഞ്ഞായതുകൊണ്ട് എനിക്ക് പറിക്കാൻ പറ്റിയില്ല. പക്ഷേ അത് ഞാനാണ് ആദ്യം, അതിൻ്റെ മണം ഞാനാണ് ആദ്യം ആസ്വദിച്ചത്. മൂക്ക് വിടർത്തി അതിൻ്റെ സുഗന്ധം, പഴുത്ത മാമ്പഴത്തിൻ്റെ സുഗന്ധം മൂക്ക് വിടർത്തി മൂക്കിലേക്ക് ഇങ്ങനെ സ്വീകരിച്ചത് ഞാനാണത് ആദ്യം കണ്ടത്. അതുകൊണ്ട് ആ മാമ്പഴം എനിക്ക് തന്നെ വേണം എന്ന് അവൾ പറയുകയാണല്ലേ. അടുത്തത് എന്താണ്? നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളികണ്ണാൽ നോക്കിയതും ഞാനല്ലേ അല്ലേ. അമ്മ അടുക്കളയിൽ നെയ്യപ്പം ചുട്ടപ്പോൾ അതിൻ്റെ കൊതിയൂറുന്ന മണം മൂക്കിൽ ലഭിച്ചപ്പോൾ നാക്ക് നുണച്ചതും അല്ലേ, നാവ് നീട്ടി കൊതിവെള്ളം ഇറക്കിയതും പിന്നെ ഒളിച്ചു നോക്കിയതും ഒളികണ്ണാൽ നോക്കിയതും അല്ലേ. അമ്മ അടുക്കളയിൽ നെയ്യപ്പം ചുടുന്നത് ഒളിച്ചു നോക്കിയതും ഞാനാണ്. അപ്പോൾ അമ്മ ചുടുന്ന നെയ്യപ്പത്തിലെ ആദ്യത്തെ അപ്പം എനിക്ക് തന്നെ വേണം എന്നാണ് അവൾ പറയുന്നത്. നെയ്യപ്പം വെന്തപ്പോൾ നാക്കു നുണച്ചതും ഒളി കണ്ണാൽ നോക്കിയതും ഞാനല്ലേ. എന്നിട്ടെന്ത് സംഭവിച്ചു? പേരയ്ക്ക പറിച്ചതും കറുമൂറ തിന്നതും മാമ്പഴം മുറിച്ചതും ഗുളുകൂള തിന്നതും നെയ്യപ്പം കടിച്ചതും കശകശ തിന്നതും ഞാനല്ല കുഞ്ഞേട്ടൻ. പിന്നെ ആരാണ് അതൊക്കെ കഴിച്ചത്? കണ്ടത് ഞാനാണെങ്കിലും അത് കഴിച്ചത്, പേരയ്ക്ക പറിച്ച് കറുമുറ തിന്നതും മാമ്പഴം മുറിച്ച് ഗുളുകുള തിന്നതും നെയ്യപ്പം കടിച്ച് കശകശ തിന്നതും കുഞ്ഞേട്ടനാണ് അല്ലേ. ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ, പാവം കുട്ടി വെറുതെ നോക്കി നിൽക്കുകയാണ്, കുഞ്ഞേട്ടൻ അതൊക്കെ കഴിക്കുകയാണ് അല്ലേ. അപ്പം അതൊക്കെ കഴിച്ചത് കുഞ്ഞേട്ടനാണ്, അവളല്ല എന്നാണ്. നോക്കൂ, അവിടെ ചോദ്യം കൊടുത്തിരിക്കുന്നത് നോക്കൂ. കവിത ഈണത്തിൽ ചൊല്ലണം, ചൊല്ലല്ലോ അല്ലേ. അടുത്തത് ഞാനല്ല എന്ന് കുട്ടി വീണ്ടും വീണ്ടും പറയാൻ കാരണം എന്തായിരിക്കും? ഞാനല്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞത് കുഞ്ഞായതു കാരണം ആദ്യമുണ്ടാകുന്ന പേരയ്ക്കയും മാമ്പഴവുമൊക്കെ അവൾക്ക് കിട്ടാറുണ്ടായിരുന്നില്ല. മരത്തിൽ കയറി പറിക്കാൻ കഴിയുന്ന ചേട്ടനാണ് പഴങ്ങളൊക്കെ കഴിക്കാറ്. അപ്പം അതുകൊണ്ട് അതൊന്നും എനിക്ക് കിട്ടിയില്ല എന്നാണ് അവൾ പറഞ്ഞത് അല്ലേ. അടുത്തത് എന്താണ്? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ കവിതയിലെ ചേട്ടൻ്റെയോ അനുജത്തിയുടെയോ അവസ്ഥയുണ്ടായിട്ടുണ്ടോ? അനിയത്തിക്കുട്ടിക്ക് കൊടുക്കാതെ മാമ്പഴവും പേരയ്ക്കയും തനിച്ചു കഴിക്കുന്ന ഏട്ടന്മാരാണോ നിങ്ങൾ? അതോ താൻ കണ്ടു കൊതിച്ച പഴങ്ങൾ ഏട്ടൻ കഴിക്കുന്നത് കൊതിയോടെയും സങ്കടത്തോടെയും നോക്കി നിൽക്കുന്ന അനുജത്തിമാരാണോ നിങ്ങൾ? അങ്ങനെ ചെയ്യരുതല്ലേ. പരസ്പരം പങ്കുവച്ച് കഴിക്കുമ്പോഴാണ്
അത് സന്തോഷം ഉണ്ടാവുക. കവിത ഇഷ്ടമായോ? നമുക്കിനി ഒന്നാമത്തെ പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം.